Better bleed for truth than shine for lies. Chapter 138. The worst defeat is not failure. The worst defeat is knowing a battle is worthy and still walking away. ഒരാൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. തോൽവിയെ ഭയന്ന്, മുറിവേൽക്കുമോ എന്ന് ഭയന്ന്, പോരാടാൻ യോഗ്യമായ ഒരു യുദ്ധത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയുന്നു, പുറംതിരിഞ്ഞ് ഓടുന്നു. അത് തോൽവിയേക്കാൾ വളരെ മോശമായ ഒരു ദുരന്തമാണ്. ആദ്യത്തെ വിജയം ഒരാളെ തോൽപ്പിക്കുന്നതിലൂടെയോ ഏതെങ്കിലും മെഡലോ ഒരു സർട്ടിഫിക്കറ്റോ ലഭിക്കുന്നതിലൂടെയോ അല്ല. ആദ്യത്തെ വിജയം ശരിയായ യുദ്ധം തിരഞ്ഞെടുക്കുന്നതിലാണ്. ശരിയായ യുദ്ധം തിരഞ്ഞെടുക്കുന്നതിൽ തന്നെ ആദ്യത്തെ വിജയം ഉണ്ടായിക്കഴിഞ്ഞു. ഇത് വലിയ വിജയമാണ്. ഇത് യഥാർത്ഥ വിജയമാണ്. ഇനി ആ യുദ്ധത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വിജയം ലഭിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. അതൊരു ബോണസാണ്. കാരണം നിങ്ങൾക്ക് യഥാർത്ഥ വിജയം ലഭിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തോൽക്കാൻ സാധിക്കില്ല. യഥാർത്ഥ വിജയം ഇതാണ്: ഏത് കാര്യമാണ് ചെയ്യാൻ യോഗ്യമായതെന്നും ഏത് പോരാട്ടമാണ് സ്വീകരിക്കാൻ യോഗ്യമായതെന്നും ഞാൻ മനസ്സിലാക്കും. ശ്രദ്ധയോടെ മനസ്സിലാക്കും. ഏത് കാര്യത്തെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഏത് കാര്യത്തെയാണ് ഞാൻ കണ്ടത്, അതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. ഞാനൊരു മനുഷ്യൻ ആൺഭീരുവല്ല. ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് വ്യക്തത വന്ന ഒരു കാര്യത്തിൽ നിന്ന് പോരാടേണ്ടത് അത്യാവശ്യമാണെന്ന് കണ്ട ഒരു യുദ്ധത്തിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ഒളിച്ചോടുക? ശരിയായ യുദ്ധത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിയുടെ ഇറങ്ങുന്നത് തന്നെയാണ് വിജയം. ശരിയായ യുദ്ധത്തിൽ ഇറങ്ങാതെ അപ്രധാനമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ആ ചെറിയ കാര്യങ്ങളിൽ വിജയിച്ചാൽ പോലും ആ വിജയം തോൽവിയേക്കാൾ മോശമാണ്. അതുകൊണ്ട് തോൽവിയെയും വിജയത്തെയും കുറിച്ച് ചിന്തിക്കാതെ ശരിയായ കാര്യത്തിൽ ഇറങ്ങുക. ശരിയായ പോരാട്ടം സ്വീകരിക്കുക. പോരാട്ടത്തിനായി സ്വയം സമർപ്പിക്കുക.